പുറപ്പാടിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകരെയും ഞങ്ങൾ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. മിഷൻ പ്രവർത്തനങ്ങളെ സ്നേഹത്തോടെ കണ്ട, അതിന് തന്നെ ജീവിതം മാറ്റിവെച്ച ഒരു ഫ്രാൻസിസ്കൻ വൈദികനെയാണ് നമ്മൾ പരിചയപ്പെടുക. മത്തായി അച്ഛൻ, ഫാദർ മാത്യു കപ്പൂച്ചൻ, ജബിലാലി ദേവാലയത്തിൽ കുറച്ച് സമയത്തെ ശുശ്രൂഷയ്ക്ക് വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങൾ നമ്മളുമായി പങ്കുവെക്കുകയുണ്ടായി. അച്ഛനെ ഈ പ്രോഗ്രാമിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. മാത്യു അച്ഛൻ പാലാക്കാരൻ, ഉഴവൂരാണ് പ്രദേശം. അച്ഛന് ഒത്തിരിയേറെ വടക്കേ ഇന്ത്യയിലെ ശുശ്രൂഷകൾ ചെയ്തതായിട്ട് നമുക്കറിയാം. എന്താണ് ഒരു ഫ്രാൻസിസ്കൻ സഭയുടെ, നമുക്കെല്ലാവർക്കും അറിയാം, ഇവിടുത്തെ പല വൈദികരോട് നമ്മൾ കോണ്ടാക്ട് ചെയ്യുകയും അവരുടെ ശുശ്രൂഷകൾ കാണുകയൊക്കെ ചെയ്യുമ്പോൾ ആദ്യകാലങ്ങളിൽ നമ്മുടെ ഇടവക ധ്യാനം, മിഷൻ ധ്യാനമൊക്കെ നടത്തുമ്പോൾ ഈ കപ്പൂച്ചനച്ചന്മാർ വന്ന് നിൽക്കുമ്പോൾ അവരുടെ പാട്ടും അവരുടെ ഭവന സന്ദർശനമൊക്കെ ഒരിക്കലും ജീവിതത്തിൽ നിന്ന് ഞങ്ങളൊന്നും ചെറുപ്പത്തിൽ മറക്കാത്ത അനുഭവങ്ങളാണ്. ഇന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിസ്വാർത്ഥമായ സേവനം ചെയ്തുകൊണ്ട് കപ്പൂച്ചൻ സഭയുടെ വളർച്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിലെ വൈദികരുടെ ശുശ്രൂഷകൾ നമ്മൾ കാണുന്നു. മാത്യു അച്ഛൻ്റെ ജീവിതയാത്ര, നാട്, പേരൻസ്, സഹോദരങ്ങൾ എല്ലാം ഒന്ന് പരിചയപ്പെടുത്താം. ഞാൻ ഉഴവൂർ ഇടവകയിൽ ആണ് ജനിച്ചു വളർന്നത്. അപ്പോൾ ഞാൻ ചെറുപ്പം തന്നെ ഈ ദേവാലയങ്ങളിൽ പോകുമ്പോൾ കാണുന്ന ഒരു കാഴ്ച, ഇടവക ധ്യാനത്തിനായി ഞങ്ങളുടെ ഇടവകയിലേക്ക് കൂടുതലായി വന്നുകൊണ്ടിരുന്നത് അസീസിയിൽ നിന്നും, ഭരണങ്ങാനം അസീസിയിൽ നിന്നും കപ്പുച്ചൻ വൈദികരാണ്. അതുകൊണ്ട് തന്നെ ചെറുപ്പം തൊട്ടേ ഈ കപ്പുച്ചൻ വൈദികരോട് വലിയൊരു സ്നേഹവും ആദരവും എനിക്ക് ചെറുപ്പം തൊട്ടേ ഉണ്ടായിരുന്നു. അപ്പോൾ 7ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞപ്പം തന്നെ എനിക്ക് കുറേ കൂട്ടുകാർ വിശുദ്ധരുടെ കൂടെ പുസ്തകങ്ങൾ തന്നതിൻ്റെ കൂട്ടത്തിൽ വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ ഒരു ജീവചരിത്രം എനിക്ക് ലഭിക്കുകയുണ്ടായി. അപ്പോൾ ആ ഒരു ജീവചരിത്രം വായിച്ചപ്പോൾ തന്നെ അസീസി പുണ്യാളനോട് വലിയൊരു സ്നേഹം എനിക്ക് ഉള്ളിലുണ്ടായി. അപ്പോൾ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ എനിക്ക് സംശയം ഉണ്ടായില്ല എങ്ങോട്ട് പോകണമെന്ന്. നേരെ ഭരണങ്ങാനത്തേക്ക് തന്നെ ഒരു കപ്പുച്ചൻ സന്യാസിയാകണം എന്നുള്ള ആഗ്രഹത്താൽ തന്നെ ക്യാമ്പിലേക്ക് പോയി. അപ്പോൾ ക്യാമ്പിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് സെലക്ഷൻ കിട്ടി. ധാരാളം ബ്രദേഴ്സ് അവിടെ ഉണ്ടായിരുന്നു. അപ്പം വടക്കേ ഇന്ത്യയെപ്പറ്റി ഒരു അച്ഛൻ വന്ന ക്ലാസ്സുകൾ എടുക്കുകയുണ്ടായി, നമ്മുടെ വടക്കേ ഇന്ത്യൻ പ്രവർത്തനത്തെപ്പറ്റി. അപ്പോൾ ഞങ്ങൾ ഒരൊറ്റ പ്രൊവിൻസ് ആയിരുന്നു. വടക്കേ ഇന്ത്യ ഈ സെൻറ്റ് ജോസഫ് പ്രൊവിൻസിൻ്റെ ഒരു മിഷൻ മേഖലയായതിനാൽ അങ്ങോട്ട് പോകാൻ ആഗ്രഹമുള്ളവർ കൈപൊക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ തന്നെ ആദ്യം കൈപൊക്കി. ഇനി ഞാൻ പറഞ്ഞു, എനിക്ക് ഇങ്ങനെ ഒരു മിഷണറി ആകുവാൻ വലിയ താല്പര്യമുണ്ട്. അങ്ങനെ ഞങ്ങളൊരു 18 പേരെ വടക്കേ ഇന്ത്യയിലേക്ക് സെലക്ട് ചെയ്ത് ഡൽഹിക്ക് അടുത്തുള്ള ഹാസിയാബാദ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തുള്ള മൈനർ സെമിനാരിയിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ അങ്ങനെ ഞങ്ങൾക്ക് ദൈവത്തിൻ്റെ കൃപയാൽ മിഷൻ പ്രവർത്തനത്തെപ്പറ്റി കൂടുതൽ പഠിക്കുക, അവിടുത്തെ ഹിന്ദി ഭാഷ, മറ്റുള്ള ഭാഷകൾ പഠിപ്പിക്കുക, അങ്ങനെയുള്ള ഒരു വടക്കേ ഇന്ത്യൻ മിഷണറി ആകുവാനുള്ള അനുകൂലമായ ഒത്തിരി കാര്യങ്ങൾ ഞങ്ങൾക്ക് ലഭിക്കുകയുണ്ടായി. അങ്ങനെയാണ് ഞാൻ എൻ്റെ കപ്പുച്ചൻ സഭകളിലേക്കുള്ള യാത്ര തുടങ്ങിയത്. വളരെ സന്തോഷം അച്ഛാ. എത്ര വർഷം എവിടെയെല്ലാമാണ് ശുശ്രൂഷകൾ ചെയ്തത്? എന്തൊക്കെയാണ് പഠന കാലഘട്ടം? അതും കൂടി ഒന്ന് പറയാമോ? ആദ്യത്തെ ഒരു 2 വർഷക്കാലം ഞങ്ങൾ ഡൽഹി അടുത്തുള്ള സെമിനാരി, ഹാസിയാബാദിലെ സെമിനാരിയിലായിരുന്നു. 3ാമത്തെ വർഷം PDC കംപ്ലീറ്റ് ചെയ്യുവാനായി ഞങ്ങൾ ഭരണങ്ങാനം അസീസിയിലേക്ക് പോയി. 4ാം വർഷം പ്രീനൂഷ്യറ്റായി കട്ടപ്പന ആശ്രമത്തിലേക്ക് പോയി ഞങ്ങൾ. 5ാമത്തെ വർഷം ലൊററ്റോ ആശ്രം മൂവാറ്റുപുഴയിലായിരുന്നു ന്യൂഷിറ്റ് ചെയ്തത്. അതിനുശേഷമുള്ള 3 വർഷക്കാലം തത്വശാസ്ത്ര പഠനം ആന്ധ്രയിൽ ജാനംപേട്ട, ഏലൂരുള്ള ആ ഒരു കോളേജിലാണ് ഞങ്ങൾ പഠിച്ചത്. അതിനുശേഷം ഒരു റീജൻസി എന്ന് പറയുന്നത് റാംപൂർ, ഉത്തർപ്രദേശിലുള്ള റാംപൂർ എന്നുള്ള ഒരു ഇടവകയിലായിരുന്നു ഞാൻ റീജൻസി ചെയ്തത്. അതിനുശേഷം അവസാനത്തെ 4 വർഷം ദൈവശാസ്ത്ര പഠനം ജലന്ധറിലുള്ള ഒരു റീജിയണൽ സെമിനാരിയിലാണ് അവിടെ പഠിക്കാൻ സാധിച്ചത്. അതിനുശേഷം വൈദികനായി ആദ്യത്തെ ഒരു 3 വർഷക്കാലം രാജസ്ഥാനിലെ ഈ ബാൻസ്വാഡ ജില്ലയിൽ ആദിവാസി ഏരിയ, അതായത് ബീൽ ആദിവാസികളുടെ ഇടയിലേക്കാണ് ശുശ്രൂഷ ചെയ്യാൻ എനിക്ക് അവസരം കിട്ടിയത്. അപ്പോൾ അത് വളരെ അനുഭവമുള്ള ഒരു കാര്യമായിരുന്നു. കാരണം ഒത്തിരി പാവപ്പെട്ട കുട്ടികളെ നമ്മളവിടെ ഹോസ്റ്റലിൽ പഠിപ്പിക്കുകയും, അങ്ങനെ നമ്മൾ പള്ളികളൊക്കെ ചെല്ലുമ്പോൾ നമ്മുടെ ഇവിടുത്തെ പോലെ വലിയ പള്ളികളൊന്നും കാണാൻ സാധിച്ചില്ല. ചെറിയ ചെറിയ കുടിലുകൾ, കല്ലുകൾ പാകി ഉണ്ടാക്കുന്ന ഷെഡുകളിലായിരുന്നു കുർബാന നടത്തിയിരുന്നത്. അതോടൊപ്പം തന്നെ പല വില്ലേജിൽ ചെല്ലുമ്പോൾ ഈ ഷെഡ് പോലും കാണാറില്ല. അപ്പം മരത്തിനടിയിലൊക്കെ നമ്മൾ ചെറിയൊരു പെട്ടി വെച്ച് വെള്ളത്തുണി വിരിച്ച് അങ്ങനെ നമ്മൾ കുർബാനയൊക്കെ നടത്തി ഒരു വലിയൊരു അനുഭവമായിരുന്നു രാജസ്ഥാനിലെ ആദിവാസികളുടെ കൂടെ. അതിനുശേഷം രാജസ്ഥാനിൽ നിന്നും വീണ്ടും ഞാൻ പോയത് പാകിസ്ഥാൻ ബോർഡറുള്ള കല്ലന്നൂർ എന്ന് പറയുന്ന പഞ്ചാബിലുള്ള ഒരു ബോർഡർ പാരീഷിലാണ് പോയത്. അവിടെ ഒത്തിരി പാവപ്പെട്ട ആൾക്കാരുള്ള വലിയൊരു ഇടവകയായിരുന്നു. അവിടെ വികാരിയായിട്ട് നമുക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടി. അപ്പോൾ അങ്ങനെ ഒത്തിരി പാവപ്പെട്ട കുട്ടികൾ വിദ്യാഭ്യാസമില്ലാതെ പോകുന്നത് കണ്ടപ്പോൾ നമുക്ക് വിഷമം തോന്നി. ആ കുട്ടികളെയൊക്കെ ഒന്ന് പഠിപ്പിക്കുവാനായി നമ്മൾ ചെറിയ ടീച്ചേഴ്സിനെയൊക്കെ അങ്ങോട്ട് വിടുകയും അങ്ങനെ നമ്മൾ ദൈവവചന ശുശ്രൂഷ മേഖലകളിലൂടെ അവരെ ദൈവത്തോട് കൂടുതൽ അടുപ്പിക്കുവാൻ ശ്രമിക്കുകയും
ഒരു 3 വർഷക്കാലം ഈ പഞ്ചാബിലെ പാകിസ്ഥാൻ ബോർഡറുള്ള ആ വില്ലേജിൽ ശുശ്രൂഷ ചെയ്ത് ഒത്തിരി ദൈവത്തിൻ്റെ അനുഭവങ്ങളിലൂടെ നമുക്ക് കടന്നു പോകാൻ സാധിച്ചു. അതിനുശേഷം ഒരു 2 വർഷക്കാലം നമ്മൾ ഡൽഹിയിൽ ദിൽഷാദ് ഗാർഡൻ എന്ന് പറയുന്ന ഇടവകയാരിയായിട്ടാണ് പോകുന്നത്. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് വൈദികനായിട്ടൊരു മലയാളികളുടെ ഇടവിലേക്ക് പോകുന്നത്. അന്ന് ഫരീദാബാദ് രൂപതയായില്ല. അപ്പോൾ എൻ്റെ 2ാമത്തെ വർഷമായപ്പോഴാണ് ഫരീദാബാദ് രൂപത എന്നുള്ള ഒരു സങ്കല്പം യാഥാർത്ഥ്യമാകുന്നത്. അങ്ങനെ അവിടെ ഒരു ദേവാലയത്തിനുള്ള സ്ഥലം മേടിക്കാൻ എനിക്കൊത്തിരി അതിന് പ്രയത്നിക്കുവാൻ സാധിച്ചു. അങ്ങനെ ഇന്ന് അവിടെ ഒരു അതിമനോഹരമായൊരു ദേവാലയം സീറോ മലബാർ മീഡിയ ഇർഷാദ് ഗാർഡനിൽ നമുക്ക് പണിയാൻ സാധിച്ചിട്ടുണ്ട്. അതിനുശേഷം ഒരു 4 വർഷക്കാലം വീണ്ടും പഞ്ചാബിൽ ബട്ടാല എന്ന് പറയുന്ന ഒരു ഇടവകയുടെ വികാരിയായിട്ട് പോയി. അപ്പോൾ അവിടെ നമുക്ക് സ്കൂളുണ്ട്, അതിൻ്റെ മാനേജറായിട്ടും, പിന്നെ ആ ഇടവകയിൽ ഏകദേശം 120ഓളം വില്ലേജുകളുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അതൊരു വലിയൊരു ചലഞ്ചായിട്ട് നമ്മൾ എടുത്തുകൊണ്ട് ആ വില്ലേജുകളിൽ പോയി ജനങ്ങളെ ദൈവവചനം പഠിപ്പിച്ച് അങ്ങനെ അവിടെ ഒത്തിരി സ്നേഹവും വാത്സല്യവും ഒക്കെ അനുഭവിച്ചുകൊണ്ട് വീണ്ടും ഞാൻ കേരളത്തിലേക്കൊരു 5 വർഷമായി ഞങ്ങളുടെ മിഷൻ ഹൗസിൻ്റെ ഇൻചാർജായിട്ട് ശുശ്രൂഷ ചെയ്തു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവിടെയുള്ള അച്ഛൻ നാട്ടിലേക്ക് പോകുന്നു, അതുകൊണ്ടൊരു 1.5 മാസത്തേക്ക് വേണ്ടി ദുബായിലേക്ക് വരണമെന്ന് പറഞ്ഞുള്ള ക്ഷണം കിട്ടി. അങ്ങനെ ഞാൻ ഇവിടെ ഒരു താൽക്കാലികമായ ശുശ്രൂഷയ്ക്ക് ഇവിടെ വന്നിരിക്കുകയാണ്. അച്ഛൻ്റെ യാത്ര കേട്ട് അത്ഭുതത്തോടെയാണ് ഞാനിരിക്കുന്നത്. കാരണം വളരെ എന്താണ്, ഒരുപക്ഷെ ഒരു മിഷൻ പ്രവർത്തനത്തിന് പോകുമ്പോൾ ഇതെല്ലാം അച്ഛൻ പ്രതീക്ഷിക്കുന്നുണ്ട്. എങ്കിലും എനിക്കൊരു ചെറിയ സാധാരണക്കാർ പ്രേക്ഷകർക്ക് വേണ്ടി ഞാൻ ചോദിക്കുകയാണ്. അച്ഛാ, വിവിധ സ്ഥലങ്ങളാണ് അച്ഛൻ പറഞ്ഞത്, അവിടെ വിവിധ ഭാഷയാണ്. അപ്പോൾ ഈ വിശുദ്ധ കുർബാന അർപ്പിക്കണമെങ്കിൽ ഈ ഭാഷയെല്ലാം പഠിക്കണോ, അതെയോ പൊതുവായ ഒരു ഭാഷയിലാണോ നമ്മൾ വിശുദ്ധ കുർബാന അർപ്പിക്കുക? അപ്പോൾ നമ്മൾ പഞ്ചാബി ചെല്ലുമ്പോൾ പഞ്ചാബി ഭാഷകളിലാണ് നമ്മൾ കുർബാന അർപ്പിക്കുന്നത്. നമ്മൾ പഠിക്കണം, പഠിക്കാതിരിക്കാൻ പറ്റുകയില്ല. കാരണം ജനങ്ങളിലേക്ക് ഭാഷ പഠിച്ചിട്ടല്ല പോകുന്നത്. നമ്മുടെ സ്നേഹത്തിൻ്റെ ഭാഷയിലൂടെ നമ്മൾ അങ്ങോട്ട് സംസാരിച്ച് കഴിയുമ്പോൾ കുറേ കഴിയുമ്പോൾ അവരുടെ ഭാഷ നമ്മൾ അറിയാതെ തന്നെ പഠിച്ചെടുക്കും. ഇതാണ് അതിൻ്റെ കാര്യം. പിന്നെ രാജസ്ഥാനിൽ ചെല്ലുമ്പോൾ നമുക്കവിടെ ഹിന്ദി, നമുക്ക് എഡ്യൂക്കേറ്റഡ് സൊസൈറ്റിയാണെങ്കിൽ അവിടെ ഹിന്ദി നമുക്ക് സംസാരിക്കാം. പിന്നെ ആദിവാസി ഏരിയയിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടുത്തെ ബീലി ഭാഷ നമ്മൾ കുറേ പഠിക്കണം. അങ്ങനെ പിന്നെ നമ്മൾ മലയാളമാകുമ്പോൾ മലയാളം, നമ്മൾ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ അവരുടെ ഭാഷ, ഈ ഭാഷയ്ക്ക് തന്നെ പല വ്യത്യാസമുണ്ട്. പഞ്ചാബിലാകുമ്പോൾ ഈ പാകിസ്ഥാൻ ബോർഡറിലേക്ക് ചെല്ലുമ്പോൾ നമ്മൾ തനി പഞ്ചാബി പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകില്ല. അപ്പോൾ ഉറുദുവും കൂടി മിക്സ് ചെയ്തിട്ട് വേണം സംസാരിക്കാൻ. അപ്പോൾ ദൈവകൃപ കൊണ്ട് നമ്മൾ ചെല്ലുന്നിടത്ത് ആ ഭാഷ പഠിക്കാനും അവരോട് ദൈവവചനം നമുക്ക് അവരുടെ ഭാഷകളിൽ സംസാരിക്കാനും സാധിച്ചിട്ടുണ്ട്. അച്ഛനിപ്പോൾ എത്ര ഭാഷ അറിയാം? ഇപ്പോൾ ഞാൻ ഹിന്ദിയിൽ സംസാരിക്കുകയും ഹിന്ദി ഭാഷ മെയിനായിട്ട് കൂടുതൽ അറിയാവുന്നത് പഞ്ചാബി ഭാഷയാണ്. ഇംഗ്ലീഷ്, മലയാളം ഈ ഭാഷകളിൽ ദൈവവചനം പ്രസംഗിക്കുകയും ധ്യാനങ്ങൾ നടത്താൻ നമുക്ക് സാധിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നു. ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് തന്നെ, ഇങ്ങനെ ഒരു അച്ഛനെ കിട്ടിയതുകൊണ്ട് പഞ്ചാബി ഭാഷയിൽ സ്വർഗസ്ഥനായ പിതാവ് എന്നുള്ള പ്രാർത്ഥന അച്ഛനൊന്ന് ചെല്ലാൻ പറ്റുമോ? ए साढ़े बाप जेड़ा आसमान उते के तेरा नाम पवित्र मानिया जावे, तेरा राज आवे, तेरी मर्जी जिस तरह आसमान उते के तेरी मर्जी पृथ्वी पर भी पूरी हो. ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ല, പക്ഷേ ഏതൊക്കെയാലും പഞ്ചാബി ഭാഷയിലെ സ്വർഗസ്നായ പിതാവ് ഞങ്ങൾ കേട്ടു. വളരെ സന്തോഷം വെച്ചാൽ. അച്ഛൻ ഈ മിഡിൽ ഈസ്റ്റിൽ മറ്റേതെങ്കിലും സ്ഥലത്ത് വേറെ ഇതിനു മുമ്പ് ശുശ്രൂഷയ്ക്ക് പോയിട്ടുണ്ടോ? ധ്യാന പ്രോഗ്രാമുകൾ അച്ഛൻ എങ്ങനെയാണ്, അതായത് യുവജനങ്ങൾക്ക് വേണ്ടിയാണോ അതോ കരസ്മാറ്റിക് ആണോ, എന്തൊക്കെയാണ് അച്ഛൻ ആ ഫീൽഡ് ചെയ്യുന്നത്? ഞാൻ ഈ 2 വർഷം മുമ്പ് നമ്മൾ കുവൈറ്റിൽ വന്നായിരുന്നു. അവിടെ ഒരു 2 ആഴ്ച ശുശ്രൂഷ ചെയ്തു. കുറേ ധ്യാനവും അങ്ങനെയുള്ള മറ്റുള്ള കാര്യങ്ങളുമായിട്ട് നമുക്കങ്ങോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് എൻ്റെ അമ്മച്ചി പെട്ടെന്ന് മരിക്കുന്നത്. അപ്പോൾ ഞാൻ വീണ്ടും തിരിച്ച് നാട്ടിലേക്ക് പോയി. അപ്പോൾ സെപ്റ്റംബർ മാസം, ഈ കഴിഞ്ഞ സെപ്റ്റംബറിൽ വീണ്ടും കുവൈറ്റിലേക്ക് പോകുവാൻ എനിക്ക് ദൈവാവസരം തന്നു. അവിടെ നമ്മൾ 1 മാസത്തോളം ശുശ്രൂഷ ചെയ്തപ്പോൾ അവിടെ വ്യത്യസ്തമായ ഇടവകളിൽ പോയി ധ്യാനം നടത്താനും നൈറ്റ് വിജിൽ നടത്തി. അങ്ങനെ ഒരു ദൈവ ശുശ്രൂഷയ്ക്കായിട്ട് വലിയൊരു ഭാഗ്യം എനിക്ക് കിട്ടി. അങ്ങനെ കുവൈറ്റിൽ അച്ഛൻ്റെ ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്. അത് അച്ഛനോട് പേരൻസ്, അതുപോലെ സഹോദരങ്ങൾ, അവരെ പറ്റിയും കൂടി ഒന്ന് പറയാമോ? എനിക്ക് അപ്പച്ചനും അമ്മച്ചിയും, ഇപ്പോൾ അപ്പച്ചൻ മാത്രമേ ഉള്ളൂ, കാരണം അമ്മച്ചി മരിച്ചുപോയി. അപ്പച്ചനിപ്പോൾ ഈ ത്രോട്ട് ക്യാൻസറായിട്ട് ഒരു 4th സ്റ്റേജ് സീരിയസ് സ്റ്റേജിലൂടെ കടന്നു പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ 5 മക്കളാണ്. മൂത്ത 2 പെങ്ങന്മാരും സിസ്റ്റർമാരാണ്. മൂത്തയാൾ DSFS കോൺവെൻറ്റിൽ തിരുവനന്തപുരത്ത് ഒരു മ്യൂസിക് ടീച്ചറായിട്ട് ശുശ്രൂഷ ചെയ്യുന്നു. 2ാമത്തെ പെങ്ങൾ അഗസ്റ്റീനിയൻ സിസ്റ്ററാണ്, പുള്ളിക്കാരി ബാംഗ്ലൂർ ശുശ്രൂഷ ചെയ്യുന്നു. 3ാമത് ചേട്ടനും കുടുംബവും ഒരു ഇംഗ്ലണ്ടിൽ മാഞ്ചസ്റ്റർ എന്ന് പറയുന്ന സ്ഥലത്ത് അവർ അവിടെ ജീവിക്കുന്നു, ജോലി ചെയ്യുന്നു. ഇളയ പെങ്ങളുള്ളതും ഇപ്പോൾ ഇംഗ്ലണ്ടിലേക്ക് പോയിരിക്കുകയാണ്. അവിടെ പുള്ളിക്കാരി നേഴ്സായിട്ട് ജോലി ചെയ്യുന്നു. ഇപ്പം വീട്ടിൽ ചാച്ച മാത്രമേ ഉള്ളൂ. ഒരു കുടുംബത്തിൽ നിന്ന് തന്നെ ദൈവവിളികൾ തന്നെ 3 പേരാണ്. നമ്മുടെ കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ശുശ്രൂഷകരായി, പണ്ട് നമുക്ക് യൂറോപ്പിൽ നിന്ന് ഇങ്ങോട്ട് ആൾക്കാർ വന്നെങ്കിൽ ഇന്ന് കേരളത്തിൽ നിന്ന് ലോകം മുഴുവനും ശുശ്രൂഷയ്ക്ക് പോകുന്ന കുടുംബവും വൈദികരും അൽമായരും എല്ലാം നമുക്കറിയാൻ പറ്റും. അപ്പോൾ ഇനി എനിക്കൊരു ചെറിയ ചോദ്യമുള്ള, അച്ഛാ, നമ്മൾ
കഴിച്ചു വളർന്ന ഭക്ഷണ രീതിയല്ല, ഉപയോഗിക്കുന്ന വസ്ത്രരീതിയല്ല പലയിടത്തും ചെല്ലുമ്പോൾ. അതോടൊപ്പം തന്നെ കാലാവസ്ഥയ്ക്ക് ഒത്തിരിയേറെ വ്യതിയാനങ്ങൾ കാണും. ഇതിനെയൊക്കെ ഒരു മിഷണറി അച്ഛൻ എന്നുള്ള നിലയ്ക്ക് എങ്ങനെയാണ്, ഒരു പക്ഷേ മിഷൻ പ്രവർത്തനങ്ങൾ ഇപ്പോഴും പറയാറുണ്ട് എന്ത് തന്നാലും കഴിക്കുന്നതാണ് മിഷൻ വേല. അപ്പോൾ അങ്ങനെയൊക്കെ പോകുന്ന യാത്രയിൽ മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് ചിലപ്പോൾ ഭക്ഷണം ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടോ? ഈ യാത്രയിൽ അങ്ങനത്തെ എന്തെങ്കിലും അനുഭവങ്ങളൊക്കെ ഉണ്ടോ? ഞാൻ ആ ഒരു മിഷണറി വൈദികനായിട്ട് പോകണമെന്ന് തീരുമാനിച്ചപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ ഒരു ചിന്തയുണ്ടായിരുന്നു. നമ്മളിപ്പോൾ കേരളത്തിൽ അനുഭവിക്കുന്ന സുഖങ്ങളും സൗകര്യങ്ങളും ഇതൊക്കെ പരിത്യജിച്ചിട്ട് വേണം ഒരു മിഷണറിയായി നമ്മൾ വടക്കേന്ത്യയിലേക്ക് പോകണമെന്നുള്ള ഒരു പ്രചോദനം ഒരു മിഷണറി വൈദികനിൽ നിന്ന് എനിക്ക് ലഭിക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ എന്തു വന്നാലും അത് മഹത്വത്തിന് വേണ്ടി സഹിക്കണമെന്നുള്ള ഒരു ദൃഢനിശ്ചയത്തിലാണ് ഞാൻ വടക്കേന്ത്യ സെലക്ട് ചെയ്ത് അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ ആദ്യമൊക്കെ നമ്മളവിടെ ചെല്ലുമ്പോൾ പഞ്ചാബിലെ വില്ലേജുകളിൽ ചെല്ലുമ്പോൾ ചായയിൽ ഉപ്പിട്ട് നമുക്ക് തരും. അപ്പോൾ ആ ചായ കുടിക്കാൻ ആദ്യം നമുക്ക് ശ്രദ്ധിക്കാൻ വരും, എങ്കിലും ഇത് പെട്ടെന്ന് മനസ്സിലേക്ക് വരും, നമ്മൾ എന്ത് തന്നാലും ഭക്ഷിക്കണം, അവരെന്ത് തന്നാലും കുടിക്കണം. അതാണ് അവരോട് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ ആദരവ് എന്നുള്ള ആ ഒരു വിചാരം മനസ്സിൽ വരും. ഒട്ടനെ തന്നെ ബുദ്ധിമുട്ടിയാണെങ്കിലും ഞാൻ ചായ കുടിക്കും. ഭക്ഷണം കഴിക്കുമ്പോൾ ചിലപ്പം വളരെ കട്ടിയുള്ള റൊട്ടി നമുക്ക് തരും. അതുപോലെ തന്നെ ചിലപ്പം കറിയൊന്നും കാണില്ല, ചിലപ്പോൾ റൊട്ടി തന്നെയായിരിക്കും തരുന്നത്. രാജസ്ഥാനിലൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് ആദ്യം ബുദ്ധിമുട്ട് തോന്നും. പക്ഷെ പിന്നെ നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ഈ ബോധ്യമുണ്ട്, നമ്മൾ വന്നിരിക്കുന്നത് ഈ ഭക്ഷിക്കാൻ വേണ്ടി ജീവിക്കാൻ വേണ്ടിയല്ല, പക്ഷേ ജീവിക്കാനായിട്ട് ഭക്ഷിക്കണം. അത് കൂടുതലായിട്ട് മറ്റുള്ളവരുടെ സമൂഹത്തിൻ്റെ കൾച്ചറുമായിട്ട് ഇണങ്ങി അവരെ ആദരിച്ച് അവർ തരുന്ന സ്നേഹത്തോടു കൂടി സ്വീകരിക്കുമ്പോഴാണ് നമ്മൾ മറ്റുള്ളവർക്ക് കൂടുതൽ സ്വീകാര്യനായി മാറുന്നത് എന്നുള്ളൊരു ബോധ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്വന്തം സുഖങ്ങളും ഈ സൗകര്യങ്ങളും ത്യജിച്ച് നമ്മൾ ദൈവത്തിന് വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യണം. അത് മറ്റുള്ളവർക്ക് പ്രാധാന്യം നമ്മൾ കൊടുക്കണമെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഭക്ഷണം അപ്രസക്തമാവുകയും മനുഷ്യർ നമുക്ക് കൂടുതൽ പ്രസക്തരായി മാറി കഴിഞ്ഞപ്പോൾ ഈ ബുദ്ധിമുട്ടില്ലാതായി. ഒരു എന്താണ് പറയുക, ഞങ്ങൾ അത്ഭുതത്തോടെയാണ് ഈ വാക്കുകളൊക്കെ കേൾക്കുന്നത്. ഉപ്പിട്ട് ചായ തന്നാൽ കുടിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങളെ കൊണ്ട് അത്ര പറ്റൂല. നമ്മൾ ചിലപ്പോൾ അത് ഛർദ്ദിച്ച് പോകാനേ വഴിയുള്ളൂ. പക്ഷേ അതിനെ അച്ഛൻ നേരിട്ട വാക്കാണ്. അതായത് എന്ത് തന്നാലും ഈശോയ്ക്ക് വേണ്ടി അത് സന്തോഷപൂർവ്വം ആ ജനത്തിൻ്റെ കൂടെ ഇറങ്ങിച്ചെല്ലാൻ വേണ്ടി പൗലോസ്ലീഹ പറഞ്ഞ പോലെ അവരെ നേടാൻ ഞാൻ അവരിൽ ഒരാളായി. ആ ഒരു പ്രേക്ഷിത ചൈതന്യമാണ് അച്ഛൻ്റെ ആ മുഖത്തെ സന്തോഷം നിലനിർത്തുന്നത്. അല്ലെങ്കിൽ അച്ഛനെ അയ്യോ നമ്മളൊക്കെയാണ് ചിന്തിക്കും, ഉപ്പിട്ട് 10 ദിവസം കുടിച്ചു കഴിഞ്ഞാൽ പ്രഷർ കൂടുമല്ലോ, ഇങ്ങനെയൊക്കെ ചിന്തിച്ചാൽ നമ്മൾ മൊത്തത്തിൽ രോഗികളായേനെ. അപ്പോൾ ഇതൊന്നും ചിന്തിക്കാത്ത ഒരു ലോകം, അല്ലെങ്കിൽ എന്തിനിറങ്ങിയോ അതിനുവേണ്ടി ജീവിതം ക്രിസ്തു മരണം നേട്ടു അല്ലേ. അപ്പോൾ ഫ്രാൻസിസ് അസീസിയുടെ ആ ജീവിത ചൈതന്യം നിങ്ങളെല്ലാം എന്തുമാത്രം വഴി നടത്തുന്നു, എത്ര ശക്തിയോടെ നിലനിർത്തുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാകുക. ഒരു സമയത്ത് സഭയ്ക്ക് തൂണായി നിന്ന ഫ്രാൻസിസ് അസീസിയുടെ ആ സ്നേഹ ചൈതന്യം. അപ്പോൾ ആ ഓർമ്മകളെയും കൂടെ ഫ്രാൻസിസ് അസീസിയോടുള്ള ആ സ്നേഹത്തെയും കൂടി ഒന്ന് പങ്കുവയ്ക്കാൻ പറ്റും. പല വിശുദ്ധരുടെ ജീവിതം വായിച്ചാലും ഈ വചനം പൂർണ്ണമായി മാംസമായി വന്ന ക്രിസ്തുവിനെ ഇതുപോലെ സാംശീകരിച്ച മറ്റൊരു വിശുദ്ധനെ എനിക്ക് കാണാൻ സാധിച്ചില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ആ മനുഷ്യനോടുള്ള തുറവിയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ജീവിതം വായിച്ചപ്പോൾ ഒരു കാര്യം എന്നെ വളരെയധികം സ്പർശിച്ച കാര്യം, ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ ഒരു സഹോദരൻ്റെ അമ്മ വരികയാണ് ആശ്രമത്തിലേക്ക്. അപ്പോൾ ആ അമ്മ വന്നപ്പോൾ വളരെ ദാരിദ്ര്യമാണ്. അപ്പോൾ ആശ്രമത്തിൽ കൊടുക്കാനൊന്നും കാണുന്നില്ല. ഉടനെ ഫ്രാൻസിസ് പിതാവ് അകത്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ ഒന്നുമില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ സഹോദരനെ വിളിച്ചിട്ട് പറഞ്ഞു, സഹോദര ആ ദേവാലയത്തിലിരിക്കുന്ന കയ്യെഴുത്ത് പ്രതിയായി ബൈബിൾ കൊണ്ടുവരാൻ പറഞ്ഞു. അന്ന് വളരെ വിലയുള്ളതാണ് കയ്യെഴുത്ത് പ്രതികൾക്ക്. അതുകൊണ്ട് തന്നെ ആ ബൈബിൾ വിറ്റിട്ട് അതിന് കിട്ടുന്ന കാശ് കൊണ്ട് ഈ സ്ത്രീക്ക് റൊട്ടി മേടിക്കാനായിട്ട് അനുവദിക്കുക എന്ന് പറഞ്ഞു. അത് സാധാരണ രീതിയിൽ അന്ന് ഒരു പുരോഹിതനോ ഒരു സന്യാസിക്കോ ചെയ്യാവുന്ന കാര്യമല്ല. പക്ഷേ വചനം ജീവിക്കേണ്ടിയിരിക്കുന്നു, വചനം ജീവൻ കൊടുക്കുന്നതാണ് എന്നുള്ള ബോധ്യത്തിൽ നിന്നുകൊണ്ട് ഫ്രാൻസിസിന് മറ്റുള്ളവരിൽ യേശുവിനെ ദർശിക്കാൻ സാധിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ജീവിത വിഷയത്തെ പൂർണ്ണമായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. വളരെ സന്തോഷം വെച്ചാൽ അതുകൊണ്ടാണ് രണ്ടാം ക്രിസ്തു എന്ന പേര് പോലും ലോകം അദ്ദേഹത്തിന് നൽകിയത്, അല്ലെങ്കിൽ സഭ നൽകിയത്. അപ്പോൾ വളരെ ആത്മാർത്ഥമായ ഒരു ഫ്രാൻസിസ്കൻ സ്നേഹവും അതുപോലെ തന്നെ തിരുസഭയോടുള്ള സ്നേഹവും അച്ഛൻ്റെ യാത്രകളും എല്ലാം ഞങ്ങൾ പരിചയപ്പെടുകയായിരുന്നു. ഈ സമയത്ത് തീർച്ചയായിട്ടും എനിക്കൊരു ചെറിയ ചോദ്യം. ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ കമ്മ്യൂണിറ്റിയായിട്ട് അച്ഛനൊരു ബന്ധമുണ്ട്. ഇവരിവിടെ ദൈവവചനം തന്നെ അച്ഛനിപ്പോൾ പറഞ്ഞപ്പം കയ്യെഴുത്ത് പ്രതി, ഇവിടുത്തെ മലയാളം കമ്മ്യൂണിറ്റി കരിസ്മാറ്റിക് ടീം അവരുടെ കൈകൊണ്ട് എഴുതിയ മലയാളം ബൈബിള് അച്ഛനും കാണാൻ ഭാഗ്യം കിട്ടി, അഥവാ അച്ഛൻ അതിനെപ്പറ്റി കണ്ടു കഴിഞ്ഞു. എന്താണ് അവർക്ക് വേണ്ടി പറയാനുള്ളൊരു വാക്ക്? ഞാനിവിടെ വന്നപ്പോൾ ആദ്യമായി പരിചയപ്പെട്ടത് ഈ ദുബായിലെ ഈ കരിസ്മാറ്റിക് ഗ്രൂപ്പിനെയാണ്. അപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. ഇതിൽ ഒത്തിരി പ്രാർത്ഥിക്കുക, ഒത്തിരി മണിക്കൂറുകളോളം പ്രാർത്ഥിച്ച്
അവരുടെ ജോലി കാര്യങ്ങളിൽ നിന്നൊക്കെ ഒരു മാറി നിന്നിട്ട് ഈ തിരുസഭയ്ക്ക് വേണ്ടിയും തിരുസഭയുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടിയും സമയം കണ്ടെത്തണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി എൻ്റെ അടുത്ത് വന്ന ഒരു കരിസ്മാറ്റിക് ഗ്രൂപ്പിനെ കണ്ടപ്പോൾ ഒത്തിരി എനിക്ക് സന്തോഷം തോന്നി. അപ്പോൾ അവരെന്നെ ആദ്യമായി ആ ദേവാലയത്തിലേക്ക് കൊണ്ടുപോയിട്ട് ആ ദേവാലയ കവാടത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന അവർ 2022 മാർച്ച് മാസം മുതൽ ജൂൺ മാസം വരെ 153 പേരുടെ കൂട്ടായ പരിശ്രമത്തിൽ പകർത്തിയെഴുതിയ സമ്പൂർണ്ണ ബൈബിൾ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ അതിമനോഹരമായ ഒരു ഹാൻഡ് റൈറ്റിംഗ് ആണ് അതിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇത് വെറുതെ കൗതുകത്തോടു കൂടി കാണാൻ വരുന്നവരെക്കാൾ കൂടുതൽ ഇതൊന്ന് വായിക്കുകയും ആ വചനത്തിലെ അഭിഷേകം ഉൾക്കൊണ്ടുകൊണ്ട് വലിയ സന്തോഷത്തോടു കൂടി പോകുന്ന ഒത്തിരി വിശ്വാസികളെ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് എത്രയോ പ്രസക്തമായ ഒരു കാര്യമാണ്. ഇതിൻ്റെ പിന്നിൽ ദൈവവചനത്തോടുള്ള ആഴമായ ഒരു സ്നേഹവും ആ വചനത്തിലുള്ള വിശ്വാസവും അല്ല ദൈവത്തെ മഹത്വപ്പെടുത്തണം എന്നുള്ള ആ തീവ്രമായ ആഗ്രഹവും ഇവർ നമുക്ക് കാണാൻ പറ്റി. അവിടെയാണ് ഒരു ക്രൈസ്തവ സാക്ഷ്യത്തിൻ്റെ മൂല്യം, വില എന്ത് എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത്. രണ്ടാമത്തെ കാര്യം, അവരെന്നോട് സംസാരിച്ചപ്പോൾ മനസ്സിലാക്കിയത് അവർ കോവിഡിൻ്റെ സമയത്ത് അവർക്കറിയത്തില്ലായിരുന്നു എന്ത് ചെയ്യണമെന്ന്. പലരും ആ സമയങ്ങളിൽ സീരിയൽ കാണുകയും മറ്റുള്ള സന്തോഷം കിട്ടുന്ന പല മേഖലകളിൽ മുഴുകി സമയം വെറുതെ കളഞ്ഞപ്പോൾ ഏറ്റവും ക്രിയാത്മകമായി ദൈവത്തിന് വേണ്ടി സമയം കൊടുത്ത് ജീവിതത്തിൽ അർത്ഥം കണ്ടെത്തിയ ഒരു ചെറിയ സമൂഹമാണിവർ. അതുകൊണ്ട് ഈ ചെറിയ സമൂഹത്തെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കുകയും ഇതുപോലെ ഈ മനുഷ്യൻ വെറും അപ്പം കൊണ്ട് മാത്രം ഭക്ഷിക്കുന്ന ജഡിക മനുഷ്യരല്ല, മറിച്ച് വചനം ഭക്ഷിച്ച് ആത്മീയരായി ജീവിക്കേണ്ടവരാണ് എന്നുള്ള ബോധ്യം ലഭിക്കുവാൻ ദൈവം അനേകരെ അനുഗ്രഹിക്കട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. അച്ഛാ, പഞ്ചാബിനെ കേന്ദ്രീകരിച്ചായിരുന്നു അച്ഛൻ്റെ യാത്രയിൽ ഭൂരിഭാഗമെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അവിടുത്തെ ചില ഏതെങ്കിലുമൊക്കെ അനുഭവങ്ങൾ അച്ഛന് കാണും. ഒരനുഭവം ഞങ്ങളുമായി ഷെയർ ചെയ്യാമോ? തീർച്ചയായിട്ടും. ഞാൻ ഒരു ബ്രദർ ആയിരിക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് പഞ്ചാബിലെ വില്ലേജുകളിൽ പോയി ഒരു എക്സ്പീരിയൻസ്ഡായിട്ട് ഞങ്ങളെ വിട്ടിരുന്നു. അപ്പോൾ എൻ്റെ മനസ്സിലത് മായാത്ത ഒരു അനുഭവമായിട്ട് കിടക്കുന്നത്, ഞങ്ങൾ ഒരിക്കൽ പാകിസ്ഥാൻ ബോർഡറിലുള്ള ഒരു വില്ലേജിൽ ചെറിയൊരു ചാപ്പലാണ്. അപ്പോൾ ഞങ്ങളൊരു 4 ബ്രദേഴ്സ് അവിടെ പോയി താമസിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഭക്ഷിക്കാൻ ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല. ഞങ്ങൾ പൂർണ്ണമായി ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ആ പാവപ്പെട്ട കുട്ടികൾക്ക് വേണ്ടി ഞങ്ങൾ അവിടെ പോയി താമസിക്കുന്നു, അവരെ പ്രാർത്ഥനകൾ പഠിപ്പിക്കുക. പിറ്റേ ദിവസം രാവിലെ നോക്കുമ്പോൾ ഞങ്ങളുടെ കയ്യിലൊന്നുമില്ല. അപ്പം എന്താ ഭക്ഷിക്കുന്നതെന്ന് അറിയത്തില്ല. അപ്പം വെളുപ്പിനെ ഞങ്ങൾ നോക്കുമ്പം ഒരു പാവപ്പെട്ട വീട്ടിൽ നിന്നും ഒരു സ്ത്രീയും ആ കുഞ്ഞു കൊച്ചും കൂടി വരികയാണ്. കയ്യിൽ ആ കൊച്ചിൻ്റെ കയ്യിൽ ബിസ്ക്കറ്റുണ്ട്, കുറച്ച് പാലുണ്ട്, പിന്നെ കുറേ ആട്ടയുണ്ട്. അത് കൊണ്ടുവന്നു. അപ്പം ആശീർവദിക്കണം എന്ന് പറഞ്ഞു. ഞങ്ങൾ ആശീർവദിച്ചു, പ്രാർത്ഥിച്ചു. അപ്പോൾ ഇത് എന്തിനാണെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഞങ്ങൾ ബ്രദേഴ്സിന് കൊണ്ടുവന്നാന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, മോനെ ഇത് മോനുള്ള ബിസ്ക്കറ്റല്ലേ, ഒന്നാമത്തെ തീരെ പാവപ്പെട്ട വീടാണ്, ഇവിടെ പാല് ഈ ആട്ട ഇതെല്ലാം കൊച്ചു വീട്ടിൽ കൊണ്ടുപോയി കൊച്ചു ഭക്ഷിക്കണം, നിങ്ങൾ കഴിക്കാൻ പറഞ്ഞു. ഇല്ല, അച്ഛൻ ഭക്ഷിക്കാതിരുന്നാൽ ഞങ്ങൾ ഭക്ഷിക്കുകയില്ല. അതുകൊണ്ട് അവരുടെ ആ വീട്ടിലുള്ള എന്തൊക്കെയുണ്ടോ അത് മുഴുവൻ അതുങ്ങൾ കൊണ്ടുവന്ന് ഞങ്ങൾക്ക് വേണ്ടി ഒരു സമയം മാത്രമല്ല അവിടെ നിന്ന് പോരുന്നിടം വരെയും ഞങ്ങൾ വൈകുന്നേരം നോക്കുമ്പോൾ ആ മുറി നിറ സാധനങ്ങളാണ്. ഇതൊരു കൊച്ചിൻ്റെ കഥയല്ല. അവിടെയുള്ള എല്ലാ വീട്ടിൽ നിന്നും പാവപ്പെട്ട കുട്ടികൾ അവർക്ക് അമ്മമാർ കൊടുത്ത സാധനങ്ങളുമായി ഞങ്ങൾക്ക് വരുക, പ്രദേശത്തിന് കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അവരുടെ ആ കൾച്ചറിൻ്റെ ഒരു ഭാഗമാണ്. മറ്റുള്ള ആരെങ്കിലും വിശന്നിരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അവിടുത്തെ കൊച്ചു കുട്ടികൾക്ക് പോലും സഹിക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ദൈവ ശുശ്രൂഷയിലേക്ക് പോകുന്ന ആരെങ്കിലും വേദനിക്കുന്നു, ബുദ്ധിമുട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ എത്ര ക്ലേശം സഹിച്ചും അവർ ദൈവ ശുശ്രൂഷയിലുള്ളവർക്ക് വേണ്ടി അവർ പങ്കുവെച്ചു കൊടുക്കും. അവർക്ക് വേണ്ടി ജീവൻ വരെ ത്യാഗം ചെയ്യാൻ തയ്യാറുള്ള ഒരു സമൂഹമാണ് പഞ്ചാബി വിശ്വാസികൾ. അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു നേട്ടമുണ്ടായെന്ന് പറഞ്ഞാൽ ആ വില്ലേജിൻ്റെ ആഘോഷമായിട്ട് മാറും. ഞാൻ അവിടെ കണ്ടു, അവിടെ ചില കുട്ടികളൊക്കെ വലിയ വിദ്യാഭ്യാസമില്ല, കൂലിപ്പണിയൊക്കെ ആയിട്ട് ഈ കുവൈറ്റിലേക്കും ദുബൈയിലേക്കും ഒക്കെ പോകും. ഇതുങ്ങൾ തിരിച്ചു വരുമ്പോൾ ആ വില്ലേജിലുള്ള എല്ലാ ആൾക്കാരെയും വിളിച്ചു കൂട്ടും, അവിടെ അച്ഛനെ വിളിച്ചു കൂട്ടും. എന്നിട്ട് എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുക, മുട്ടായി കൊടുക്കുക. തിരിച്ചു പോകുമ്പോൾ അത് കണ്ടെങ്കിൽ ഒന്നും കാണിയല്ല. പക്ഷേ ആ വില്ലേജിലുള്ള എല്ലാവർക്കും എന്തെങ്കിലും മേടിച്ചു കൊടുത്ത് ആ പങ്ക് വെക്കുന്ന മനോഭാവം ഇതുപോലെ ഒരു ജനതയെ വേറെങ്കിലും ഞാൻ കണ്ടിട്ടില്ല. അത്രയ്ക്ക് സ്നേഹമുള്ള ഒരു ജനതയാണ് പഞ്ചാബിൽ. പുരോഹിതനായതിനു ശേഷവും ഞാനൊരു അച്ഛനായിട്ട് വില്ലേജ് ശുശ്രൂഷയ്ക്ക് പോയപ്പോൾ എനിക്ക് എൻ്റേതായ ഒരു ഉടുപ്പ് ഞാൻ മേടിച്ചിട്ടില്ല. എനിക്ക് എൻ്റേതായിട്ട് ഞാൻ ഒന്നും മേടിച്ചിട്ടില്ല. കാരണം ഈ പാവപ്പെട്ട ആൾക്കാർ ഏത് വീട്ടിൽ പോയാലും ഒരു പ്രാർത്ഥന കഴിയുമ്പം നമുക്കൊരു ഉടുപ്പ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഉപയോഗമുള്ളൊരു സാധനം ഇവിടെ തരാതെ നമ്മൾ വിടിയല്ല.
പാവപ്പെട്ടവരാന്ന് പറഞ്ഞാലും പള്ളിക്ക് വേണ്ടി ഏറ്റവും സംഭാവന ചെയ്യുന്ന ഈ ആൾക്കാരായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ പഞ്ചാബിലെ ദേവാലയങ്ങളൊക്കെ അതിമനോഹരമായിട്ട് നമുക്ക് പണിയാനും ഈ ജനങ്ങൾക്ക് വേണ്ടി ദൈവശുശ്രൂഷ വളരെ സന്തോഷത്തോടെ നമുക്ക് ചെയ്യാനും സാധിക്കുന്നുണ്ട്. കാരണം ഈ ആൾക്കാരുടെ ഈ പങ്കുവെക്കുന്ന മനോഭാവവും ഉദാര മനസ്കതയും. വളരെ സന്തോഷം അച്ഛാ. അച്ഛൻ തൻ്റെ ജീവിതയാത്ര പറയുകയായിരുന്നു. ഇവിടെ നമ്മൾ പലപ്പോഴും നമ്മുടെ കണ്ണുകൾ നിറഞ്ഞ അനുഭവങ്ങളുണ്ട്. കാരണം അച്ഛൻ ഇന്ന് വരെ ഭക്ഷിച്ച ഭക്ഷണമല്ല ചായയിൽ ഉപ്പിട്ട് കൊടുത്താൽ കുടിക്കുക എന്നുള്ളത്. അല്ലെങ്കിൽ ഒരു ഉടുപ്പ് മതി, അത് കപ്പുച്ചനച്ചന്മാർക്ക് 1-2 ഉടുപ്പൊക്കെ മതി അവർക്ക്. എങ്കിലും അത് പാവപ്പെട്ടവർ കൊടുക്കുന്ന ആ സ്നേഹം കണ്ടപ്പോൾ അച്ഛന് എങ്ങനെയാണ് അത് ഈശോയെ കണ്ടത് അവരിൽ. അതോടൊപ്പം തന്നെ അവരുടെ ശമ്പളം, പുറത്തേക്ക് പോയ ഒരാളുടെ ജോലി കഴിഞ്ഞ് വന്നാൽ അവർ ആഘോഷമാക്കുകയാണ്, ആ നാട് മുഴുവൻ ഒരു ഭക്ഷണം നൽകുകയാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ ഭക്ഷണമില്ലാത്തവരുടെ ഇടയിലും ജീവിക്കുമ്പോഴും അവരുടെ ആ ഇല്ലായ്മയിൽ നിന്ന് ഇവരെ സഹായിച്ചതെല്ലാം അച്ഛൻ്റെ മനസ്സിലേക്ക് ഓർമ്മകളിൽ വന്നു. അപ്പോൾ തീർച്ചയായിട്ടും ക്രിസ്തുവിനെയും ക്രിസ്തു സ്നേഹത്തെയും പ്രതി അച്ഛൻ പോയ വഴികളെയും അച്ഛൻ്റെ ജീവിതത്തെയും ഞങ്ങൾ സന്തോഷത്തോടെ അഭിമാനത്തോടെയും കാണുകയാണ്. അച്ഛനെ ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആമേൻ. താങ്ക് യു. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇമെയിലിലൂടെ ഞങ്ങളെ അറിയിക്കുക. purappadu.uae@gmail.com. പരിശുദ്ധാത്മവരങ്ങളാലെന്നും ഹൃദയത്തിനകതാരു നിറയ്ക്കും യാത്ര. അഗ്നിനാളമായി പാത തെളിക്കും സ്നേഹ